പാൽപായസത്തിന്റെ മധുരവുമായി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നടന്നു. ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിനത്തിലാണ് ലോകപ്രശസ്തി ആർജിച്ച മാധുര്യമേറിയ ഈ ചടങ്ങ് നടന്നത്. നാവിൽ കൊതിയൂറുന്ന അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ 45ലധികം വിഭവങ്ങളാണ് നാടകശാല സദ്യയ്ക്ക് തൂശനിലയിൽ വിളമ്പിയത്. 5 തരം പായസവും പഴവർഗ്ഗങ്ങളും അടക്കം ഇലയിൽ വിളമ്പി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് കൃഷ്ണസന്നിധിയിലെ ഈ പരിപാവനമായ ചടങ്ങിൽ പങ്കുകൊള്ളാനായി ഒഴുകിയെത്തിയത്. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ ഐതിഹ്യത്തിന് പിന്നിലുള്ളത്. ഒരു ഉത്സവ ദിവസം വില്ലുമംഗലം നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്ക് നെയ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെയാണ് കണ്ടത്. ഇത് കണ്ട് കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് വില്ലുമംഗലം ഓടി. തങ്ങൾക്ക് നെയ് വിളമ്പിയത് ഉണ്ണിക്കണ്ണനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജീവനക്കാരും പിറകെ ഓടി. ഇതോടെ മറഞ്ഞ കൃഷ്ണനെ തിരഞ്ഞ് ഊണ് പൂർത്തിയാക്കാതെ ഇലകൾ വാരിയെടുത്ത് എല്ലാവരും ഓടി. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ 9ാം ഉത്സവ ദിവസവും ക്ഷേത്രത്തിൽ നാടകശാല സദ്യ നടക്കുന്നത്. നാടകശാലയിൽ വലിയ പപ്പടവും പഴക്കുലയും തൂക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവസ്വം ബോർഡ് അംഗം അജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പവിത്രമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് കാത്തുനിന്നത്. നാടകശാല സദ്യയിൽ പങ്കെടുത്തവർ പിന്നീട് വഞ്ചിപ്പാട്ടും പാടി പടിഞ്ഞാറേ നടയിലെ പുത്തൻകുളത്തിലേക്കെത്തി. തന്നാലും യത്നിക്കേണ്ട യജമാനെ പൊതുജനം ഈ ജന്മം പറയത്തില്ല. ഇവിടെ നിന്നും തിരികെ എത്തിയ വഞ്ചിപ്പാട്ട് സംഘത്തെ അമ്പലപ്പുഴ പോലീസ് പഴക്കുലയും പണക്കിഴിയും നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് കിഴക്കേ നടയിലെത്തി വഞ്ചിപ്പാട്ട് പാടിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും ക്ഷേത്രത്തിലെ ഈ ചടങ്ങ് പരമ്പരാഗതമായി തന്നെ തുടരുകയാണ്. നാടകശാല സദ്യയുടെ ഒരു വറ്റിനായി ആയിരങ്ങളാണ് പ്രാർത്ഥനാപൂർവം കൈനീട്ടി നിന്നത്. അമ്പലപ്പുഴ എന്ന ദേശത്തിന്റെ പേരും പെരുമയും ഉയർത്തുന്ന ഒരു പ്രധാന ചടങ്ങ് കൂടിയാണ് ക്ഷേത്രത്തിൽ 9ാം ഉത്സവ ദിവസം നടക്കുന്ന നാടകശാല സദ്യ. അമൃത ന്യൂസ്, ആലപ്പുഴ.